വെൽക്കം ബാക്ക് ടു ഫ്ലൈയിങ് ബേർഡ്സ്. കഴിഞ്ഞ ദിവസം ഞാൻ വെറൈറ്റി ബോഗൺ വിലാസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടിയും പറയാം. അതായത് ചാലക്കുടിക്കടുത്ത് മുരുങ്ങൂർ KFCയുടെ ലൊക്കേഷനിലോട് ചേർന്ന് നിയർ ബൈ തന്നെയാണിത്. അപ്പോൾ ഈ കാണുന്നത് ഈ KFCയുടെ തന്നെ പാർക്കിംഗ് ഏരിയയാണ്. ഈ പാർക്കിംഗ് ഏരിയയിൽ ഇവർ ചെയ്തേക്കണത് ഫുള്ളായിട്ടും ഈ വെറൈറ്റി ബോഗൺ വില്ല കൊണ്ടൊരു വോൾ ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നിറയെ ഫ്ലവർ ഉള്ള കാരണം ഏത് ചെടി എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വലിയ സൈസിലുള്ള ചെടി നിങ്ങൾക്ക് വാങ്ങാനും പറ്റും. അപ്പോൾ സാധിക്കുന്നവരൊക്കെ ഈ സമയങ്ങളിൽ വന്ന് വാങ്ങാം. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ പലതരത്തിലുള്ള വെറൈറ്റി നിറച്ച് നിൽക്കണതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ പേരുകൾ, പ്ലാന്റിൻ്റെ പേരുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ഇനിയും കുറേ ഉണ്ട്. എന്നെക്കൊണ്ട് പറ്റണത് ഞാൻ ഇതിലും കുറച്ചും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെറൈറ്റി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്രയെങ്കിലും വെറൈറ്റികളുടെ ഒരു വീഡിയോയും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കാണുന്നത് 21J വെരിഗേറ്റഡ് ആണ്. വെരിഗേറ്റഡ് ലീവ്സും ഇങ്ങനെ ഫ്ലവറൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. പിന്നെ ഈ കാണുന്നത് എമാസ് ഗോൾഡൻ കളറിൽ ഇതിൻ്റെ ലീഫ് കണ്ട ഗോൾഡൻ കളറിലിരിക്കണം. എമാസ് ഗോൾഡാണ് ഇതിൻ്റെ പേര്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഡാർക്ക് വൺ. ഇത് നോർമൽ ഡാർക്ക് വണ്ണാണ്. ഇതിൻ്റെ തന്നെ വെറിഗേറ്റഡും ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാം ഇതിൻ്റെ ഇടയിൽ തന്നെ. ഈ കാണുന്നത് നല്ല ഭംഗിയാണ്, നല്ല ഡാർക്ക് കളറാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഡാർക്ക്. ഈ കാണുന്ന വെറൈറ്റിയുടെ പേര് റെഡ് സെപ്റ്റംബർ. പല പല ഷെയ്ഡുകളും ഈ ചെടിയിൽ തന്നെ കാണാം കേട്ടോ. റെഡിൻ്റെ പല ഷെയ്ഡുകൾ അവിടെ ഇവിടെയൊക്കെ കാണാം കേട്ടോ. ഒറ്റ ചെടി മതി എന്ന് പറയണവർക്കൊക്കെ ഇതൊക്കെ ധാരാളമാണ്. പിന്നെ ഫോക്സ് ടെയിൽ യെല്ലോ വെറിഗേറ്റഡാണ് ഈ കാണുന്നത്. യെല്ലോ നിറയെ ഉണ്ടാവും. എന്ത് ഭംഗിയ കാണാൻ. ഈ കാണുന്നതാണ് ലിപ്സ്റ്റിക്ക്. ഇത് ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ നമുക്ക് തോന്നും. അതാണ് തോന്നുന്നത് ഇതിന് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞത്. എന്തോരം വെറൈറ്റി ഫ്ലവർ കാണുമല്ലേ. ഗോൾഡൻ സ്പ്ലാഷാണ് ഈ കാണുന്നത്. ലീഫ് നല്ല ഗോൾഡൻ പോലെ. ഇത് സഫയർ, വെരിഗേറ്റഡ് ആയിട്ടുള്ള സഫയർ. പിങ്ക് സയാബ്, ലൈറ്റ് പിങ്ക്. ഇത് പാന്തർ വൈറ്റ് വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫായിട്ട് നിറയെ പൂക്കൾ എല്ലാം കൂടി നിറഞ്ഞിങ്ങനെ നിൽക്കും. പിന്നെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നമ്മുടെ വാട്ടർമെലൺ കിസ് വെരിഗേറ്റഡ് ലീഫായിട്ട് ശരിക്കും വാട്ടർമെലൺ അതേ കളറ്. ഇത് മിലോബാറ്റിക്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. SSB പർപ്പിൾ കളർ ഇഷ്ടമുള്ളവർക്ക് ഈ ചെടി നല്ല ഇഷ്ടമാവും. SSB പർപ്പിൾ. ഇത് നമ്മുടെ ഗോൾഡൻ ബിഗോജിസ് വെരിഗേറ്റഡ് ലീഫ് ഉണ്ട് കേട്ടോ അതിന്. ഈ ചെടിയൊക്കെ ലീഫ് മാത്രമായിരുന്നാലും എന്ത് ഭംഗിയാന്ന് നോക്കി. ഇത് പിങ്ക് ബബിൾ ഫ്ലെയിം യെല്ലോ ആണ്. നല്ല യെല്ലോ ആയിട്ട് വരും കേട്ടോ അത്. ഇത് ടൈഗർ ഓറഞ്ച് മൂൺലൈറ്റ്, ഗോൾഡൻ ടൈഗർ സാൽമൺ. പിന്നെ ബ്ലാക്ക് ചിത്ര. ഇതിൻ്റെ ലീഫ് ഇങ്ങനെ ഡാർക്ക് കളറായിരിക്കും കേട്ടോ. ബ്ലാക്ക് ചിത്ര. ഈ കാണുന്നത് ലീഫിൽ ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര വെറൈറ്റി ഡക്ക്
ഡക്കിൻ്റെ കാല് പോലെ. ഇത് വെരിഗേറ്റഡ് ആണ്. ഇതിൻ്റെ താറാവിൻ്റെ കാല് പോലെ ഇരിക്കും. കണ്ട ആ ലീഫിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ശരിക്കും താറാവിൻ്റെ കാല് പോലെ. അതുകൊണ്ടാണ് അതിന് ഡക്ക് ഫീറ്റ് എന്ന് പേര് വന്നതാണ്. ഈ ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ ഫാത്തിമ യെല്ലോ എന്നാണ് ഇതിൻ്റെ പേര്. വളരെ ചെറിയ ചെറിയ പൂക്കൾ, നമ്മൾ ഇന്ന് വരെയും കാണാത്തൊരു മോഡലാണ് കേട്ടോ. ഭയങ്കര റെയർ കളക്ഷൻ. ഇതൊക്കെ ചെയ്തേക്കണത് നോക്കിയാൽ ബോൺസായിലാണ് ചെയ്തേക്കണത്. അതായത് ഈ റൂട്ട് സ്റ്റോക്കുമേ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കണതാണ്. ഇതുപോലെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പലതരത്തിലുള്ള കളറിലുള്ള പ്ലാന്റുകൾ ഒരു റൂട്ടിൽ തന്നെ ചെയ്തേക്കണം. വെറൈറ്റി സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. റൂട്ട് സ്റ്റോക്കുമ്പോൾ പലതരം, ഒരെണ്ണമല്ല, ചിലപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ 3-4 തരം ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഗോൾഡൻ സ്പ്ലാഷ് വീണ്ടും നിൽക്കുന്നുണ്ട് ഇവിടെ. ഇത് ഭംഗിയാ നോക്കിയാൽ. ഈ കാണുന്നതാണ് ഡാർക്ക് വണ്ണിൻ്റെ വെറിഗേറ്റഡ്. നേരത്തെ ഞാൻ സിമ്പിളായിട്ടുള്ളത് കാണിച്ചായിരുന്നു. ഇത് ഡാർക്ക് വണ്ണിൻ്റെ വെറിഗേറ്റഡ്. ഇത്രയും ഡാർക്കായിട്ടുള്ളൊരു കളർ വേറെ ഇല്ലയെന്ന് തോന്നുന്നു. അത്രയ്ക്കും ഡാർക്കാണത് കേട്ടോ. പിന്നെ ഇത് മഷൂരി ഓറഞ്ചാണ്. ഫ്ലവറുകൾ ചെറിയ ചെറിയ ഫ്ലവേഴ്സ്, നല്ല രസമാണ് കാണാനായിട്ട്. മഷൂരി ഓറഞ്ച്. ഗോൾഡൻ സ്പ്ലാഷ് ആയിരുന്നു. ഈ കാണുന്നത് ഒരു പ്രത്യേകതയുള്ളൊരു പൂവ്. കണ്ട പൂവിൻ്റെ ഇടയിൽ ലീഫ് വന്നേക്കണ്, യെല്ലോ കളറിൽ ലീഫ്. ഇതിൻ്റെ പ്രിൻസസ് നൈറ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ഇതിൻ്റെ ലീഫും ഫ്ലവറും ഒക്കെയും ഒരു പ്രത്യേകതയുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് ബ്രിസ മജന്ത. ഈ കാണുന്നത് മഷൂരി ഓറഞ്ചാണ്. ഇതിൻ്റെ പൂക്കൾ നല്ല രസമാണ് കാണാനായിട്ട്. ലൈറ്റ് വെയ്റ്റ് പോലെ നമുക്ക് തോന്നും. പിന്നെ ഇത് പിങ്ക് ബി വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫായിട്ട്. ഇതും ഭംഗിയാണ് കാണാനായിട്ട്. ബ്രിസ റെഡ് വെരിഗേറ്റഡ് ലീഫായിട്ട്. എന്ത് രസമാണ് നോക്കിയാൽ. ഈ കാണുന്നത് ടാങ്ലോങ് റെഡ് വെരിഗേറ്റഡ്. ഇത് ഗോൾഡൻ സക്കുറ വെലാക്ക്. റൂട്ട് സ്റ്റോക്കുമ്പോൾ ക്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കണതാണ്. ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കത് ഒരു അത്ഭുതമായിട്ട് തോന്നണം. അത്രയ്ക്കും നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തേക്കണം കേട്ടാ. ഇത് ഗോൾഡൻ ഫ്ലെയിം വൈറ്റ്, നല്ലൊരു വെറൈറ്റിയാണ് കേട്ടത്. നിറയെ പൂക്കളുണ്ടാവും. ഗോൾഡൻ കളറിലുള്ള ലീഫായിട്ട് വരും. അത് ഒരുപാട് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ തന്നെ പർപ്പിളാണിത്. ഗോൾഡൻ ഫ്ലെയിം തന്നെ പർപ്പിൾ. ഇതൊക്കെ നമ്മൾ വന്ന് കാണണം, അപ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ കാണുന്നതൊക്കെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചേക്കണതാണ്, ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കണതാണ്. ഈ വൈറ്റ് കളറിൽ അതിൽ കാണുന്നത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണാണ്. അപ്പോൾ ആ സ്പൂണിൽ ഓരോ പേരും അവർ എഴുതിയിട്ടേക്കണ കാരണം വാങ്ങാൻ വരുന്നവർക്കും അത് കൊടുക്കണവർക്കും അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമ്മൾ ഏതാണ് പ്ലാന്റ് നട്ടേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റില്ല നമുക്ക്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോകാം. ഇത് സ്നോ റെഡാണ്. ഈ കാണുന്നത് ഒരൊറ്റ റൂട്ടിൽ ഒരുപാട് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കണതാണ്. നല്ല പഴക്കം ചെന്ന തടിയിൽ പിടിപ്പിച്ചേക്കണതാണ്. ഇന്ന് നിങ്ങൾ ഈ കണ്ട കാഴ്ചകൾ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? എങ്ങും കാണാൻ പറ്റില്ല. ഈ സ്ഥലത്തിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, ഇതിൻ്റെ അടിയിൽ എഴുതി കാണിക്കാം കേട്ടോ. ഈ എടാട്ടുകാരൻ ടോപ്പിയറി ആർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ വെറൈറ്റി മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഒരു ദിവസം കൊണ്ട് എല്ലായിട്ടും ഇത് കാണാൻ പറ്റണം, അത്ര പെരുത്ത ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഓരോരോ വീഡിയോയിൽ ഞാൻ ഇത്തിരേശ്ശെ കാണിക്കാം. താല്പര്യമുള്ളവരൊക്കെ ഇവിടെ വന്ന് ഐറ്റംസ് വാങ്ങാം. ഇതിൻ്റെ നമ്പറൊക്കെ ഞങ്ങൾ കൊടുക്കാം. ഇതെൻ്റെ ചേട്ടൻ്റെ സ്വന്തം സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരു വിസ്മയ കാഴ്ച ഒന്നും കൂടി നേരുന്നു.